രാവിലെ തന്നെ നമ്മളെ കടപ്പുറാട്ടുള്ള പൊലച്ച വന്നതാട്ടോ. ശശിയേട്ടനുണ്ട്, ജയശേട്ടനുണ്ട്, ഗിരീശേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ശശിയേട്ടനാട്ടോ രാവിലെ തന്നെ വിളിക്കുന്നത്. ജയശേ വേഗം വാ, ഞങ്ങളെല്ലാവരും കടപ്പുറണ്ട്, നമ്മളൊരു വലയിളക്കാന്ന് പറഞ്ഞ് അങ്ങനെ വന്നു നോക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കല്ലുമ്മലൊക്കെ ഇരിക്കുകയും കുറച്ചാൾ നിൽക്കുകയൊക്കെ ചെയ്ത് കടലിനൊക്കെ ഇങ്ങനെ നോക്കുക. ആരും അതുവരെ ഇറങ്ങിക്കൊന്നില്ല കേട്ടോ. ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവരും ഇങ്ങനെ കരയിൽ നിൽക്കുക. സാബുവേട്ടനും അവിടെ ഷൈബുവേട്ടനും എന്ന് പറഞ്ഞിട്ട് കുറേ ഏട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ കരയിൽ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മളെത്തിയറാൻ ജയേഷേട്ടൻ അങ്ങ് ഇറങ്ങി കേട്ടോ. ആദ്യം ഒരു വലയിട്ട് അതെടുത്തേ. ഞണ്ടും കൊഞ്ചനും ഏട്ടയും അങ്ങനെ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. ഇത് കടലിലേക്ക് കൊണ്ടിടുക ജയേഷേട്ടനാണ്, അതുപോലെ തന്നെ തിരിച്ചെടുക്കുകയും ജയേഷേട്ടനാണ്. പക്ഷേങ്കിൽ ഇത് കരയിലെത്തിയാൽ വലയിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ഗിരീശേട്ടനും ശശിയേട്ടനും പിന്നെ നമ്മൾ ആ റോഡ് മേലെ ഇറക്കിയാണുള്ളത് ഓലൊക്കെ വന്ന് സഹായിക്കും കേട്ടോ. ചില സമയത്ത് ശശിയേട്ടൻ ഇറങ്ങുക, ജയശേട്ടനോട് രണ്ടാളുകൂടി അങ്ങോട്ടും പോവുക. ഇന്ന് ജയശേട്ടൻ മാത്രം കേട്ടോ ഇറങ്ങി. ശശിയേട്ടൻ വല പിടിച്ച് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ തിരിച്ച് കൊണ്ടുവന്നാലുള്ള കഷ്ടപ്പാടായത്. ഇത് വലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടൊക്കെയല്ലേ ഉണ്ടാകുക, ഇതിൻ്റെ കാലല്ലോ. അതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചൊക്കെ ഇങ്ങനെ കടിച്ചൊക്കെ കേട്ടോ ഇവരെടുക്കുന്നത്. പൊട്ടിച്ചൊക്കെ ഇങ്ങനെ വേർതിരിച്ചെടുക്കും. വലിയ കൊഞ്ചിനൊക്കെ കിട്ടി കേട്ടോ ഇന്ന്. എല്ലാ വർഷവും ഈ സമയവും ഈ ഒരു മീനിൻ്റെ ഒരു സീസൺ കേട്ടോ. അന്നേരം ഇവരൊക്കെ ഇങ്ങനെ ലൈലിങ്ങനെ വലയിട്ടോണ്ടേ നിൽക്കും. വലിയ കൊഞ്ച കണ്ട, വലിയ കൊഞ്ച്. ഞണ്ടിങ്ങനെ തലങ്ങും വിലങ്ങിലിങ്ങനെ ചൊറഞ്ഞ് കിടക്കുക കേട്ടോ. വലുതുകൊണ്ട് ചെറുതുകൊണ്ട് അങ്ങനെ പല സൈസിലുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് നീലക്കല ഞണ്ടില്ലേ, അതുകൊണ്ട് 1-2 ജയശേട്ടൻ ഇങ്ങനെ കടലിലേക്ക് വലയിടാൻ പോകുന്നവരെ എനിക്കിങ്ങനെ പേടിയാവും കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ നടന്നു പോകൂലേ. ഞാൻ ഇങ്ങനെ കരയിലിരുന്നിട്ട് അയ്യോ എനിക്ക് പേടിയാണെന്നല്ല ഇങ്ങനെ പറയും. അപ്പോൾ കരയിലുള്ള ആൾക്കാരല്ലേ ഗിരീശേട്ടൻ ശശിയേട്ടല്ല, ആ ഇവിടെ തന്നെയാണ്, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഓനെ ട്യൂബിടും ഇങ്ങനെ അരയിൽ ട്യൂബ് ഇട്ടിട്ടല്ലേ പോകുന്നത്, എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടാന്നെല്ലാം പറയും. അതെല്ലാം കേൾക്കുമ്പോൾ ഒരു സമാധാനം. ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ കടലിൽ കളിക്കാനൊക്കെ വരൂലേ ഞായറാഴ്ചയല്ലോ, അന്നേരം ഭയങ്കര പേടിയാണേ. പിന്നെ ഇപ്പോൾ ഡെയിലി ഇത് ജയശേട്ടൻ പോകുന്ന കണ്ട് നമ്മളെ പേടി കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നല്ല നീലക്കള്ള ഞണ്ട് ഈ ഫോണിൽ കാണുന്നതിൻ്റെ തൊട്ടൊന്നല്ല കേട്ടോ, നല്ല വലുപ്പമുണ്ടേ, നല്ല കനമുണ്ട്. ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് അതിൻ്റെ തൂക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. ഇന്നും നീലക്കള്ള ഞണ്ട് കണ്ടാൽ വലുത്. നമ്മളെ ഈ ഒരു തീരദേശ റോഡിൻ്റെ അയ്യറ്റത്തും ഈ അറ്റത്തൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഓരോരുത്തർ വലയിടുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ജിൽദാസേട്ടെ, ഒരു ഭാഗത്തുനിന്ന് സാബുവേട്ടെ, അങ്ങനെ വേറെ എനിക്ക് പേരറിഞ്ഞിടാത്ത കുറേ ഏട്ടന്മാരുണ്ട്. ഓരൊക്കെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വലയിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡിൽ നിന്ന് ഇവരും വലയിടുന്നു. ആദ്യം ഗിരീശേട്ടനും ശശിയേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം കഴിയുന്തോറും നമ്മളെ റോഡ് നിറയെ ആളൊക്കെ ഇങ്ങനെ വരില്ലേ, അങ്ങനെ അനീഷേട്ടനും എന്ന് പറഞ്ഞിട്ട് കുറേ ഏട്ടന്മാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. ഇവർ തിരിച്ച് വല ബോക്സിലേക്ക് കയറ്റി തന്നേ അടുത്ത വല ഇടാൻ വേണ്ടി. ആദ്യം ഇട്ട് അതിൽ കിട്ടി നമുക്ക് ഞണ്ടൊക്കെയത്. അപ്പോൾ രണ്ടാമത് പിന്നെ ഇടാൻ പോവാം കേട്ടോ. കേട്ടോ ജയേഷേട്ടൻ അങ്ങ് ഉള്ളോട്ടേക്ക് പോന്നേ. എന്നോട് വെള്ളത്തിലിറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇത്ര ദൂരമൊന്നും പോലും കേട്ടോ. എനിക്ക് പേടി ഒലിച്ചു. പിന്നെ എനിക്ക് നീന്തലും മരിങ്ങിനൊന്നും അറിഞ്ഞുകൂടാലോ. നമ്മളെ തോട്ടിൽ കിടന്ന് കയ്യും കാലിട്ടും അടിക്കുന്നല്ലാണ്ട് കടലൊന്നും ഇറങ്ങി നീന്താനൊന്നും എനിക്ക് അറിഞ്ഞുകൂടപ്പം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളെ രണ്ടാമത്തെ വലയും വലിച്ചുണ്ട്. അപ്പോഴത്തേക്കുണ്ട് നമ്മളെ ബഹ്റിൻ ഷെയ്ക്കല്ലോ നമ്മളെ കടപ്പുറം വന്നിക്കിട്ടോ. മൂപ്പര് ഞണ്ടല്ല മീനങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴത്തേക്ക് ഷൈബുവേട്ടൻ എത്തിക്കി. പിന്നെ പോലെ എല്ലാവരും കൂടിയാട്ടോ മീനിനെയും ഞണ്ടിനെയൊക്കെ വലയിൽ ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നേ. ഇതെല്ലാം കാണുന്നേരം എനിക്ക് തോന്നുന്നു ഈ വലയിൽ നിന്ന് മീൻ ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നില്ലേ, അതാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിസ്ക് പിടിച്ച കാര്യം. ഇവർ കയ്യും പല്ലും നഖമൊക്കെ ഉപയോഗിച്ചിട്ടാട്ടോ ഇതെല്ലാം ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത്. ഞണ്ടിൻ്റെ എല്ലാം കാലിങ്ങനെ വലേൻ്റെ ഉള്ളിലെല്ലാം കുടുങ്ങിയിട്ട് ഇങ്ങനെ പല്ലുകൊണ്ടെല്ലാം പൊട്ടിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് ഗിരീശേട്ടനും ശശിയേട്ടനെല്ലാം. എല്ലാ കൊല്ലവും ഈ ഒരു സമയമായാൽ നമ്മളെ കടപ്പുറം ഇങ്ങനെ എല്ലാവരും വലയിടും കേട്ടോ. നിറച്ച് മീനും കിട്ടുകയും ചെയ്യും. ആ സമയത്തൊന്നും നമുക്ക് മീനൊന്നും വലിയ ക്ഷാമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അതിലേ കൊണ്ടുവന്ന മീനിൻ്റെ ആൾക്കാരില്ലേ, മീൻ കൊണ്ടുവന്ന ആൾക്കാർ ഓലയുടെ നിന്നും അങ്ങനെ വാങ്ങുമൊന്നുമില്ല. ഇങ്ങനെ കിട്ടുന്നതിന് ഉണ്ടാവും കുറേ. അന്നേരം കുറച്ച് നമ്മളെടുക്കും, കുറച്ച് നമ്മളെ ഇങ്ങനെ അറിയുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. പിന്നെ കടപ്പുറം ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഓലിക്കൊക്കെ ഇവർ കൊടുക്കുവേ. ഇന്നേക്കിത് 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം അങ്ങനെ തോന്നും ജയശേട്ടൻ പോകുന്നത്. ഇതുവരെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിക്കില്ല കേട്ടോ ഞണ്ട്. ഒരു ദിവസം കൊണ്ടുവന്ന് അമ്മക്ക് പീടികയിൽ കൊടുത്ത്, പിറ്റേ ദിവസം കൊണ്ടുവന്ന് മാമന് കൊടുത്ത്,
ഒരു ദിവസം കൊണ്ടുവന്ന് ജയശേട്ടാ കുണ്ടിമുക്കിലെ കുഞ്ചുവിനൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർക്ക് കൊടുക്കുക കേട്ടോ. ഇന്ന് കിട്ടിയാലും ഞമ്മക്ക് എടുക്കണം, ഞമ്മക്ക് കറി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞാനും ഒപ്പരം വന്നേ. അവസാനം കണ്ടെങ്കിൽ നിറയെ ഞണ്ടും പിന്നെ ഒറ്റ കുറച്ച് മീനും പിന്നെ നമ്മളെ കൊഞ്ചനില്ലേ, ഒരു വലിയ കൊഞ്ചനും കിട്ടി. അവസാനം നടക്കുന്ന ഇവരെ വേർതിരിച്ചെടുക്കലാന്നേ. അത് പിന്നെ ജയശേട്ടൻ എപ്പോഴും ചെയ്യുക, മറ്റുള്ള ഇനി ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആരൊക്കെയാണോ വല പിടിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും നോക്കി എത്ര ആളുണ്ടെന്ന് നോക്കിയിട്ട് ഈ ആൾക്കനുസരിച്ച് വീതം വെക്കുക കേട്ടോ ചെയ്യാം. അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നല്ല അസലായിട്ട് കുരുമുളകിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടോ ഞാൻ. വലിയ ഞണ്ടാട്ടോ, ഒരു ഞണ്ട് തന്നെ ഞാൻ 4-5 കഷ്ണമൊക്കെ ആക്കി മുറിച്ചെടുത്തേക്ക്. അത്രയും വലുപ്പമുണ്ട്, അത്രയും ഇറച്ചിയുണ്ട് ഉള്ളിൽ. ഞണ്ടും ചോറും തിന്നാൻ പോവാട്ടാ. ഞാൻ തന്നെ കേട്ടോ കറിയൊക്കെ വെക്കുകയെല്ലാം ചെയ്തേ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും. 2 കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നല്ലേ. കുരുമുളകിൻ്റെ എരിവുണ്ട് കേട്ടോ നല്ലോണം. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ച് കയറ്റുന്നത് എന്നും പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. 2-3 ദിവസമായി പോകുന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ ഓരോരുത്തരെ കൊടുത്തതാട്ടോ. ഓരോ ദിവസം കിട്ടുന്ന ഇതുവരെ നമ്മൾ വെച്ചില്ലേ. അപ്പം ഇന്ന് വെച്ചതാട്ടോ. ഇറച്ചി ഉണ്ടെങ്കിൽ അത് ഇന്ന് കിട്ടിയാലോ നമ്മളും എടുത്ത് കുറച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ നല്ല ഇറച്ചിയുണ്ട് കണ്ടോ. കുരുമുളക് ഞാൻ നല്ലോണം ഇട്ടി കിട്ടോ, അതുകൊണ്ട് നല്ല എരിവുണ്ട്. എരിവാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ടേസ്റ്റിൻ്റെ കൂടെ ഇല്ലേ എരിവൊന്നും തോന്നേയില്ല. ഞണ്ടൊക്കെ ഇതേപോലെ നമ്മൾ സമയം എടുത്ത് പൊട്ടിച്ച് കടിച്ച് മുറിച്ച് തിന്നണം കേട്ടോ, എന്നാലും മാത്രം അതിൻ്റെ ഉള്ളിൽ ഇറച്ചിയൊക്കെ നമുക്ക് കിട്ടും. എന്താ മക്കളെ ഇറച്ചി, എന്താ മക്കളെ ടേസ്റ്റ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നല്ലോണം ഇറച്ചിയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഒരു നീരില്ലേ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഈ ഒരു കറിയുണ്ട് നമുക്ക് ചോറ് എന്നാൽ വേറൊന്നും വേണ്ട. നമ്മളെ നാട്ടിൻ പുറത്തുള്ള ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ അല്ലേ ഞാൻ ചെയ്യുന്നത്, അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും SJ വേൾഡ് എന്നാട്ടോ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ വേറെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ വീഡിയോസൊക്കെ കാണുക. ഓക്കെ ബൈ.